ഇനി അടുത്ത പ്രാവശ്യം നമ്മളെ ഗവൺമെൻറ് തന്നെ വരണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്തോ വരും, തീർച്ചയായിട്ടും ഞങ്ങളെ ഗവൺമെൻറ് തന്നെ വരും. പണ്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം, നല്ലോണം മാറ്റമുണ്ട്. അന്നേരം 100 കഴിയും 35 ഉറുപ്പ്യ കിട്ടിയിട്ടു. 35 നിന്ന് 1000 വർദ്ധിച്ചു. അത്ര പേരെ വർദ്ധിച്ചു. നാട്ടുവണ്ടിയുടെ ഈ യാത്രയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മടിക്കയിലെ ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ ഭാഗമായ ഖാദി ഒരു കാലത്ത് വലിയ പ്രതിസന്ധികളിലായിരുന്നു. എന്നാൽ ഇന്ന് ആ മേഖലയും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി വീണ്ടെടുപ്പിൻ്റെ ഒരു പാതയിലാണ്, തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് പറയാം, നിസ്സംശയം പറയാം. ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നു എന്നതാണ് മടിക്കയിലെ അമ്പലത്തിൻകരയിലുള്ള ഈ ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിൻ്റെ പ്രത്യേകത. അവരവരുടെ ജോലികളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളോട് സംസാരിക്കാനായി ചേരുന്നുണ്ട്. തുടക്കത്തെ കാലത്ത് നിന്ന് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ വ്യത്യാസം എന്താണ്? വലിയ മാറ്റമുണ്ട്. ഇത് കുറച്ചുകൂടി ആധുനികവൽക്കരിച്ചു അല്ലേ? ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത് കെട്ടിടം നവീകരിച്ചിട്ടുണ്ട്. മെഷീനറീസ് ഒക്കെ കുറച്ച് പുതിയതാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് യാത്രയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടി അതിൽ ആളുകൾ വിലയിരുത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ 2 സർക്കാർ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ ഒരു മാറ്റം എങ്ങനെയാണ്? നമ്മളെ സർക്കാർ ഇല്ലതുകൊണ്ട് ഇപ്പൊ നമ്മ ഇങ്ങനെയെങ്കിലും കൂലി ഇപ്പൊ കുറച്ച് കൂലി കിട്ടുന്നുണ്ട്. അതിന്റെ തൊഴിൽ കിട്ടുന്നുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു തൊഴിൽ നിങ്ങൾക്ക് ഉറപ്പായി തുടങ്ങിയത്? അതെ അതെ അതെ. സാവിത്രി എത്ര കാലമായി പണി തുടങ്ങി? ഞാൻ 23 കൊല്ലമായി. ഇപ്പോൾ അത്യാവശ്യം തൊഴിൽ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ലൊരു മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. അപ്പൊ എത്ര കാലം ഇത് ജോലി തുടങ്ങിയിട്ട്? 35 കൊല്ലമായി. 35 കൊല്ലം മുമ്പ് തുടങ്ങി ഇപ്പോൾ തുടങ്ങുമ്പോഴേ ഞാനുണ്ട്. ഇപ്പൊ അത്യാവശ്യം മെച്ചമുണ്ടോ കാര്യങ്ങൾ? മെച്ചമുണ്ട്. പണ്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. നല്ലോണം മാറ്റമുണ്ട്. അന്നേരം 100 കഴിയും 35 ഉറുപ്പ്യ കിട്ടിയിട്ടു. ഇപ്പോ അത്ര കിട്ടുന്നത് 35 നിന്ന് 1000 വർദ്ധിച്ചു. അത്ര പേരെ വർദ്ധിച്ചു. അതൊരു വലിയ മാറ്റമാണ്. നല്ലോണം മാറ്റം. അപ്പൊ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വലിയൊരു അവസരം വരുന്നുണ്ടോ? സ്ഥാനാർത്ഥി കൂടിയാണല്ലേ? അതെ അതെ. അപ്പോൾ നമ്മുടെ മടിക്കൈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. പേര് ജ്യോതി. ജയോറപ്പാണോ? മടിക്കൈ പഞ്ചായത്തിൽ പിന്നെ എന്താണല്ലേ സംശയം? മടിക്കൈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ 75 കൊല്ലത്തോളമായല്ലേ? 75 കൊല്ലത്തോളമായി ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ അവരുടെ തൊഴിലിടങ്ങളിലൊക്കെ ആ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. ഈ കഴിഞ്ഞ 2 സർക്കാർ, ഇപ്പോൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ, ഈ 2 സർക്കാരിന്റെ സമയം എടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണോ സംഭവിച്ചത്? ഒരുപാട് നേട്ടം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഓണത്തിന് കിട്ടുന്ന ബോണസ് തന്നെ നമുക്ക് ആദ്യം 700 അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പം നമുക്ക് ഈ അടുത്ത കാലത്തായി 1750 രൂപ, ഇപ്പം 1800 തന്നെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ നമുക്കിപ്പം 6 മാസം കൂടുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് എല്ലാം മിനിമം കൂലി എന്ന് പറയുന്നത് ഈ ബാക്കി 12 രൂപ 50 പൈസ കൂടാതെ 14 രൂപ, ബാക്കി പൈസ പിടിച്ച പൈസ ഉണ്ടായിരുന്നു 2 രൂപ 40 പൈസ. അത് ഞങ്ങൾക്ക് 6 മാസം കൂടുമ്പോൾ നല്ലൊരു സുഖമാണ് കിട്ടുന്നത്. ചിലർക്ക് 40,000 ഉണ്ടാവലുണ്ട്, 30,000 ഉണ്ട്. പണി എങ്ങനെയാണ് പണിയെടുക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടും. പിന്നെ MMDA എന്ന് പറയുന്നത് അത് വേറെ ഇതുണ്ടാവും. ഒരുപാട് ആനുകൂല്യം. പിന്നെ നമുക്ക് ക്ഷേമനിധിയിൽ തന്നെ ഒരുപാട് ആനുകൂല്യം ഞങ്ങൾക്ക് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കിട്ടും. ESI ആനുകൂല്യമുണ്ട്. ഓരോ തൊഴിലാളികൾക്ക് ESIയുടെ ആനുകൂല്യമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മളെ ഗവൺമെൻറ് തന്നെ വരണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്തോ വരും, തീർച്ചയായിട്ടും ഞങ്ങളെ ഗവൺമെൻറ് തന്നെ വരും. അപ്പോൾ അവർ ആ ജീവിതത്തിൽ അനുഭവിച്ച മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇനിയും വരണം, ഈ സർക്കാർ ഇനിയും തുടരണമെന്ന ഒരു സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ സംതൃപ്തരായ ഒരുപാട് മനുഷ്യരുടെ മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നാട്ടുവണ്ടിയിൽ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് ഇനി അടുത്ത ഇടത്തിലേക്ക്.